അപ്പം ഡീൻ കുര്യാക്കോസ് എം പി ചേരുകയാണ്. എപ്പോഴായിരുന്നു ഈ അപകടം, എന്തായിരുന്നു സംഭവിച്ചത്? ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഏതായാലും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൽ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രികളിൽ എത്തിക്കാനും അവർക്ക് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നൽകുവാനും ഒക്കെ ആശുപത്രിയിൽ സാധിച്ചു. ഏതാണ്ട് 37ഓളം ആളുകളുടെ ഒരു കാര്യത്തിൽ ചെറിയ നിസ്സാരമായ പരിക്കുകൾ മാത്രമേ, ഇത് ഗാലറി മറിയല്ല ഉണ്ടായിട്ടുള്ളത്, ചെറുതായിട്ടൊന്ന് ചാഞ്ഞങ്ങി ഇരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ഫുട്ബോൾ ടൂർണമെന്റ് എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളതാണ്. ഹീറോയിങ്സ് അവിടെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. നല്ല നിലയിലുള്ള ട്രാക്ക് റെക്കോർഡുണ്ട്. മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളുടെ ഒരു പ്രാതിനിധ്യം നമ്മുടെ ആ ക്ലബിനുണ്ട്. അപ്പോൾ ഇതൊരു ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു വലിയൊരു ആക്സിഡൻ്റ് അല്ല ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നാലും നമുക്കത് ആ സിറ്റുവേഷൻ അതനുസരിച്ച് മാനേജ് ചെയ്യാൻ, എല്ലാ സ്ഥലത്തു നിന്നും ആംബുലൻസുകൾ എത്തിക്കാനും വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനും ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളവർ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്? ഇപ്പോൾ അത് ചെറിയ ചെറിയ ചതവുകളും ഒക്കെ മാത്രമേ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഒരു അല്പം കുറച്ച് ഇതുള്ള ആളുകളെ രാജഗിരിയിലേക്കും ബാക്കിയുള്ളവരെ ബസേലിയസ് ആശുപത്രിയിലും ധർമ്മഗിരിയിലുമായിട്ടാണ് ഇപ്പോൾ ഈ രാജഗിരി ആശുപത്രി പ്രവേശിപ്പിച്ചവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് വല്ലതും വരുന്നു? അവിടെ 2 പേരെയാണ് രാജഗിരി ആശുപത്രിയിലേക്ക് അയച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമൊന്നുമല്ല, തലയ്ക്ക് ചെറിയ പരിക്കുള്ളത് കൊണ്ടും ആധുനിക സൗകര്യങ്ങൾ കിട്ടട്ടെ എന്ന് ഓർത്താണ് രാജഗിരി ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചത്. വളരെ ഗൗരവമുള്ള പരിക്കൊന്നും ആയിട്ട് കാണുന്നില്ല. എന്തായാലും സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. ഏതാണ്ട് 60ഓളം പേരെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതിനകത്ത് ഇപ്പോൾ 32 പേരെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത ധർമ്മഗിരി ആശുപത്രിയിൽ 7 പേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരെ രാജഗിരിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളെ മുതലക്കുടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വലിയ നമ്മൾ ഭയാനകമായ ഒരു സാഹചര്യവും ഇല്ല. അത് തന്നെയാണ് ഉന്മേഷ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ 32 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ആശുപത്രി ധർമ്മഗിരി ആശുപത്രിയിലും കൂടെ 15 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് നേതാവ് ഷിബു തെക്കുംപുറവും വ്യക്തമാക്കി. എന്തായാലും ഇത് അറിഞ്ഞ ഉടൻ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട S സതീഷ്, കോതമംഗലം സ്വദേശി കൂടിയാണ്, ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് നിലവിലിപ്പോൾ ഇവിടെ ആശങ്കപ്പെടാനുള്ള സ്ഥിതിവിശേഷം ഇല്ല. അതുകൊണ്ട് 20-27ഓളം ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ ചെറിയ രൂപത്തിലുള്ള പരിക്കും കാര്യങ്ങളേ ഉള്ളൂ. 1-2 പേരുടെ കാര്യമാണ് ഇച്ചിരി സീരിയസ് ആയിട്ട് തോന്നിയത്. അത് മറ്റേ രാജഗിരിയിലേക്കോ മറ്റോ കൊണ്ടുപോയിരുന്നു. അവിടെ ഇപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ വേറെ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ധർമ്മഗിരി ഹോസ്പിറ്റലിൽ ഒരു 6-7 പേരുണ്ടായിരുന്നു. താൽക്കാലികമായി സജ്ജീകരിച്ച ഒരു ഗാലറി ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗാലറിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട്? അതിനെ സംബന്ധിച്ച് അവിടെ വർഷങ്ങളായി ഇത്തരം ടൂർണമെൻറ്റ് നടക്കുന്ന കേന്ദ്രമാണ്, സ്ഥിരമായി നടക്കുന്നത്. ഇപ്പോൾ ഇത് തന്നെ തുടങ്ങിയിട്ട് കുറേ അധികം ദിവസങ്ങളായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള കായിക പ്രേമികൾ വരികയും കാണുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റ് തന്നെ തുടങ്ങിയിട്ട് 10-15 ദിവസക്കാലം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആഘോഷപൂർവ്വം അവിടുത്തെ കായിക പ്രേമികളും നാട്ടുകാരും എല്ലാവരും കൂടി നടത്തുന്ന ഒന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റവരൊക്കെ നിസ്സാരമായുള്ള പരിക്കുകളാണ്. ഇപ്പോഴും കുറച്ചുപേരെയൊക്കെ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹീറോ യങ്സ് എന്ന് പറയുന്ന ഒരു വർഷങ്ങളായി തന്നെ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന ഒരു ക്ലബ്ബാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ആ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാറുള്ളതുമാണ്. അത് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബെന്നാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളടക്കം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അവിടെ ഗാലറിക്ക് താങ്ങാൻ പറ്റാവുന്നതിനെക്കാട്ടിലും കൂടുതൽ ആളുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ മത്സരങ്ങൾ തുടർച്ചയായി നടക്കുന്ന ഭാഗമായിട്ട് 15 ദിവസം മുമ്പ് തന്നെ സജ്ജീകരിച്ച ഒരു ഗാലറി കൂടിയാണ്. അവിടെ ഈ മുള ഉപയോഗിച്ചാണ് അത്തരത്തിലേക്ക് ഒരു ഗാലറി നിർമ്മിച്ചത്. ഇതിൽ പതിവിലും കൂടുതൽ ആളുകൾ ഇന്ന് അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. 4000-ഓളം ആളുകൾ എത്തുന്നുണ്ട്. 10 മണിക്കായിരുന്നു മത്സരം ആരംഭിക്കേണ്ടത്. മത്സരം ആരംഭിക്കുന്നതിന് 15 മിനിറ്റിന് മുമ്പാണ് ഇത്തരത്തിലേക്ക് ഒരു അപകടം ഉണ്ടായത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റത് 2 പേരെയാണ്. ആ 2 പേരെ ഇപ്പോൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. CT സ്കാൻ അടക്കം ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 32 പേരാണ്. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.